ഇത് 1983 മോഡൽ. 1983 2,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ വിലയ്ക്ക് ഈ ഒരു വണ്ടി കാണിക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, എഞ്ചിൻ പണിയില്ല. 1,97,000 രൂപ കൊടുക്കാം. 1,97,000 യെസ്. 1,75 ആലോചിക്കണം. നിങ്ങൾക്ക് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ടാണ് തരുന്നത് അല്ലേ? നെറ്റ് 2,95 കൊടുക്കാം. 2,95. ഏറ്റവും നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലക്കുറവിൽ തരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ക്ലബ്സി എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം ഷോറൂമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. അങ്ങേയറ്റം വില കുറച്ചിട്ട് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് തരുന്നതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ഈ ക്വാളിറ്റി ഞാൻ പറയുന്നത് നിലവിൽ കാണുന്ന എല്ലാം ക്വാളിറ്റി തന്നെയാണ്. ഒന്നിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വരുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക. എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ കാണാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ നിലവിലുള്ളത്. ഒരുവിധം വണ്ടികളെല്ലാം തന്നെ ലോൺ കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും വില കുറച്ച് നല്ല അടിപൊളി ഒരു 7 സീറ്റ് വണ്ടിയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും കോഴിക്കോട് ജില്ലയിലെ വെള്ളിവറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ക്ലബ്സ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ മീഡിയ വണ്ടി ഓഫീസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മാവൂർ റോഡിൽ. അപ്പോൾ നമ്പർ വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം നിങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. നേരെ വീഡിയോയിലേക്ക് പോകാം. സനൂപ്രോ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കിടിലം കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ മാക്സിമം വില കുറച്ചിലേ കാണിക്കുള്ളൂ. മാക്സിമം വില കുറച്ച് നല്ല വണ്ടികളുണ്ട്. നല്ല വണ്ടികൾ എന്ന് പറയുമ്പോൾ വരിക എന്നിട്ട് ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ? നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധൈര്യത്തിന് പറയുന്നതാണ്. ഒരു വർത്താനം വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം മോഡലുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ. നമുക്ക് ആദ്യം തന്നെ പോളോ തുടങ്ങിയാലോ? ഏതാ മോഡൽ? 2012 മോഡൽ ഡീസൽ. 12 ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, കംഫർട്ട് ലൈൻ. ഇത് 12 അല്ലേ? 12. പക്ഷേ 12 ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. ഒരിക്കലും 12 ആണെന്ന് കണ്ടാൽ പെട്ടെന്ന് പറയില്ല. ഇത് കിലോമീറ്ററോ? ഇത് 1.22 സെക്കൻഡ് ഓണർഷിപ്പ്. 1.22 സെക്കൻഡ് ഓണർ ഡീസൽ അല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടുന്ന 1.2 ലിറ്റർ. അതെ. പിന്നെ അപാകത ഉണ്ടോ ബ്രോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. ആ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല വൃത്തിയാവും. അതെ. പിന്നെ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത പോളോ ആണെങ്കിൽ എന്ത് വിലക്ക് കൊടുക്കും? നമുക്കിത് എല്ലാം നെറ്റ് റേറ്റ് പറയാം. നെറ്റ് പറഞ്ഞാൽ 1,97,000 രൂപ കൊടുക്കാം. 1,97,000. യെസ്. ആ ഒരു വിലക്ക് ഇത് മുതലാ അല്ലേ? ഈ വൃത്തി വെച്ചിട്ട് ടയർ ഭാഗം എല്ലാം ഉണ്ട്. അത് മാത്രമല്ല റീപ്ലേസ്മെന്റും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വരാം, വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ ലോൺ കയറുമോ? ലോൺ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, പാടായിരിക്കും അല്ലേ? എങ്കിലും നിങ്ങൾക്ക് പ്രൈവറ്റ് ലോൺ ഒക്കെ കിട്ടുമോ നിങ്ങൾ നോക്കിക്കോളുക. അതുപോലെ തന്നെ സെലറി ആണെങ്കിലോ? ഇത് 2018 ഓട്ടോമാറ്റിക്. 18 ഓട്ടോമാറ്റിക്കാ. 60,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, നല്ല വണ്ടിയാണ്. ഇത് നല്ല വണ്ടിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. മാത്രമല്ല മോഡലും ഉണ്ടല്ലോ. ന്യൂ ഷേപ്പാണ്. 18 ന്യൂ ഷേപ്പാണ്. ന്യൂ ഷേപ്പാണ്. അതെ. ഈ 60,000 കിലോമീറ്റർ ജെനുവിനല്ലേ? ജെനുവിന്. ഇന്റീരിയർ കാണിച്ചു കൊടുത്തേക്കാം. പക്കാണ് വണ്ടി. അതെ. ഇത് ലോക്കാണ്. അത് നിങ്ങൾക്ക് ഒന്ന് അയച്ചു കൊടുത്താ കേട്ടോ ബ്രോ. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് ഉണ്ട്. ബോണറ്റ് മാത്രം? അത് കമ്പനിയിൽ നിന്ന് മാറിയാണ്, വേറെ ഒന്നുമില്ല. അതെ അല്ലേ? ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000. അത് 3,45,000 വരെ ലോൺ കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പൈസ മതി അല്ലേ? 10 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങി കൊണ്ടുപോകാം. ഓക്കെ, അത് മാത്രമല്ല 18 മോഡലും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് കാലം ഉപയോഗിക്കാൻ വേണ്ടി സ്ത്രീകൾക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന കോമ്പാക്റ്റബിൾ ആണ്. നല്ല വണ്ടിയാണ്. അടുത്ത ഇതാണെങ്കിലോ? ഇത് 2016 മോഡൽ സ്പോർട്സ്. 16 സ്പോർട്സ്. യെസ്. കിലോമീറ്ററോ? 65,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. 65 സെക്കൻഡ് ഓണർ അല്ലേ? പെട്രോൾ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരും. അലവിലും ബട്ടൺസായിട്ടും ഇല്ലാന്നുള്ളൂ അല്ലേ? അതെ. അപാകത ഉണ്ടോ? അപാകത ഇല്ല, നല്ല വണ്ടി. പിന്നെ എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് നെറ്റ് 3,25 കൊടുക്കാം. 3,25. യെസ്. ഓക്കെ, 16 മോഡലാണ് ആലോചിക്കണം. നല്ല നീറ്റ് വണ്ടി അല്ലേ? ഫുൾ ലോൺ കൊടുക്കാം കേട്ടോ. ഫുൾ ലോൺ കയറും. അതെ. അതുപോലെ തന്നെ ഈ വെൻഡോ ആണെങ്കിലോ? ഇത് 2010 മോഡൽ പെട്രോൾ ഹൈലൈൻ. പെട്രോൾ ഹൈലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടി. പിന്നെ ഇതിപ്പോൾ നമ്മൾ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ടില്ല കൊടുക്കുള്ളൂ? നമ്മൾ പേപ്പർ റെഡി ആക്കിയിട്ട് നമുക്ക് ഇത് നെറ്റ് റേറ്റ് ആക്കിയിട്ട് നമുക്കൊരു 1,75 കൊടുക്കാം. 1,75 ആലോചിക്കണം. നിങ്ങൾക്ക് 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ടാണ് തരുന്നത് അല്ലേ? അതും ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഈ 1,75 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഒരു അൾട്ടോ കിട്ടുന്ന വിലയ്ക്കാണ് ഇത്രയും നല്ലൊരു വണ്ടി എടുക്കുന്നത് അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല. 2010 മോഡൽ വണ്ടി 1,75 നിങ്ങൾക്ക് എടുത്തു കൊടുത്താൽ ലോൺ കാര്യങ്ങളൊക്കെ പാടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിപ്ലവ വിലക്കുറവിൽ XUV വേണമെങ്കിൽ ഇത് മോഡൽ ഏതാ? 2012 ആണ്. ബമ്പറിന്റെ അവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 12 വണ്ടിക്ക് പിന്നെ ഷോറൂം കണ്ടീഷൻ ഉണ്ടാവില്ലോ അല്ലേ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല, ഒന്നുമില്ല. 1,23,000 കിലോമീറ്റർ. പിന്നെ ആലോചിക്കണം, ഒരു 7 സീറ്റർ വണ്ടിയാണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കേട്ടോ. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരുവിധം ഇതൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ? സീറ്റ് കവർ ഒന്ന് ഡാമേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ 12 മോഡലല്ലേ ബ്രോ? ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, എഞ്ചിൻ വർക്ക് ഒന്നുമില്ല. ചെറിയ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അതേ പറഞ്ഞത് ഇപ്പൊ 12 വണ്ടിക്ക് ഷോറൂം കണ്ടീഷൻ ഉണ്ടാവില്ല. നമ്മുടെ വിലയാണ് ഹൈലൈറ്റ്. എത്ര കൊടുക്കും നമ്മള്? നമുക്ക് 2,95 കൊടുക്കാം. ശരിക്കും? ശരി കൊടുക്കാം. 2,95 എന്താ അല്ലേ? ഒന്നാലും ഇത്ര സാധനം ഉണ്ടാക്കിയതിന്റെ ഒരു മര്യാദ വേണ്ട അല്ലേ? 2,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക്
എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ വിലയ്ക്ക് ഈ ഒരു വണ്ടി കാണിക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, എഞ്ചിൻ പണിയില്ല. ഇത് കാണുന്നവർ ചോദിക്കുമ്പോൾ ഇത് ഓടുകൂടെയെന്ന് ചോദിക്കും. ഓടും, ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, എഞ്ചിൻ പണി ഒന്നുമില്ല. പിന്നെ ചെറിയ 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 എന്താ പറയുക സസ്പെൻഷൻ്റെ മെക്കാനിക്കൽ ചെറിയ വർക്ക്, ചെറിയ ചെറിയ പണികൾ എടുക്കുക അല്ലെ, തട്ടുമുട്ട് പണി എടുത്തങ്ങ് കൊണ്ടെടുക്കുക. ഓക്കെ, അപ്പം എന്തായാലും 2,95,000 രൂപയ്ക്ക് ഇത് വേണമെങ്കിൽ ലോൺ കയറുമോ? ഇത് ലോണും ഇത് 12 വരുമ്പോൾ വർഷമായല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ പ്രൈവറ്റ് ലോണൊക്കെ കയറൂലേ? പ്രൈവറ്റ് ലോൺ കയറും അല്ലേ? ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ? സാധ്യത ഉണ്ട്, നോക്കിയാ കേട്ടോ. അടുത്തത് ഇതാണെങ്കിലോ ടിയാഗോ 2017 ടിയാഗോ ഓട്ടോമാറ്റിക്. 17 ടിയാഗോ ഓട്ടോമാറ്റിക്, അടിപൊളി. AMT വേരിയന്റ് ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണറാ? യെസ്. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്റർ. 1,00,000 ഓടി. പിന്നെ ഇന്റീരിയർ ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ, ഒന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 17 മോഡലാണ്. ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക്കലി. ഇത് എക്സഡാ? എക്സഡ്, അതായത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് നെറ്റ് 2.95 കൊടുക്കാം. 2.95. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവാനുണ്ടോ? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണും കിട്ടും. നെഗോഷ്യബിൾ ആവോ? ഈ വണ്ടി വിലയ്ക്ക് എവിടെയും കിട്ടൂല. 2.95 ആലോചിക്കണം. ഓട്ടോമാറ്റിക് ആണ്, അതും 17 മോഡലാണ്. ഒന്ന് പോളിഷ് ചെയ്ത് അടിപൊളിയാവും അല്ലേ? യെസ്. അടുത്തത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു സാധനമാണല്ലോ. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം കാണിച്ചു തരാം. അതായത് RD ആണല്ലേ? രാജ്ദൂതാണ്. ഇത് ഏതാ മോഡല്? ഇത് 1983 മോഡൽ. 1983. പിന്നെ ശരിക്കും ഇത് എന്താ ഡീറ്റെയിൽ എന്ന് പറയാം? 1983 മോഡലാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് റീ ചെയ്ത വണ്ടിയാണ്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഇത് എന്താ പറയാ, ഇതിനു വേണ്ടി വരുന്ന ഭ്രാന്തന്മാർക്കുള്ളതാണ് അല്ലേ? ഇത് റയറാണ്. ഇത് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ എടുത്ത് വെച്ചതാണ്. ഓക്കെ, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇപ്പോൾ 1.10 വില ഉണ്ടോ? അന്ന് ഇറങ്ങിയപ്പോൾ ഇതിന്റെ നേരെ പകുതി പോലും ഉണ്ടാവില്ല. എവിടെയും കാണാനില്ല, എവിടെയും കിട്ടാനുമില്ല. പക്ഷേ ഇത് അന്വേഷിച്ച് നടക്കുന്ന മെക്കാനിക്കൽ ഫിറ്റാണ്, പേപ്പർ ഫിറ്റാണ്. ഇത് ഓടും സാധനം, ഞാൻ ഓടിച്ചു നോക്കിയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും വേണം നോക്കിക്കോ, 1.10 എടുത്തോ. അതുപോലെ തന്നെ അൾട്ടോ ആണെങ്കിലോ? 2012 ഓൾട്ടോ LXi. 12. യെസ്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്ററോ? 98,000 കിലോമീറ്റർ. 98. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് 1.28 നെറ്റ് കൊടുക്കാം. 1.28. 1,28,000 രൂപയ്ക്ക് 2012 വണ്ടി എടുക്കും. അതുപോലെ തന്നെ അവിടെ ബെൻസ് കിടപ്പുണ്ടല്ലോ. യെസ്. ബെൻസ് ഏതാ മോഡല്? ഇത് 2014 മോഡല്, 15 രജിസ്ട്രേഷൻ. 14-15. C220. ഇത് നമ്മുടെ മഞ്ചറിന്റെ വണ്ടി അല്ലേ? യെസ്. ഓക്കെ, നിങ്ങൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയല്ലേ? അതെ. ഓക്കെ, അതായത് നിലവിൽ HR-ലാണെങ്കിൽ നമ്മുടെ പേര് തന്നെ അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തോളം ആയില്ലേ ഇവിടെ? കുറെ കാലമായിട്ടോ ഞാൻ കാണുന്ന 4 മൂലം ഇവിടെ ഉള്ള വണ്ടിയാണിത്. പിന്നെ മോഡൽ ഏതാ? 14 മോഡൽ, 15 രജിസ്ട്രേഷൻ. C220. ഈ C ക്ലാസ് സൺറൂഫ് വരുന്ന വണ്ടി കേട്ടോ. ഏതാ? സൺറൂഫ് വരുന്നത്. അതെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ C എന്ന് പറയുന്ന സാധനം അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന അല്ലേ? മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസ് കുറവാണ്, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഇത് അൺലോക്ക് ആണ്, അത് എല്ലാം തോന്നുന്നു, ലോക്കാന്ന് തോന്നുന്നു. പിന്നെ ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. മോശമൊന്നുമില്ല കേട്ടോ. ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിയാനുണ്ടല്ലേ, അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10-16 കിലോമീറ്റർ മൈലേജ് കിട്ടും, എല്ലാം കിട്ടും അല്ലേ? കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, നിലവിൽ കുഴപ്പമൊന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് നെറ്റ് ആയിട്ട് 6.90 കൊടുക്കാം. എത്ര? 6.90 കൊടുക്കാം നെറ്റ് റേറ്റ്. അടിപൊളി. പക്ഷേ പേപ്പർ ആക്കണം അല്ലേ? അതെ, നിലവിൽ നമ്മളെ പേരിലാണ് അവിടെ ഉള്ളത്, HR ഉള്ളത്. ഒരു 2.5 രൂപ വേണോ പേപ്പർ ആക്കാൻ? 2.5 ലക്ഷം രൂപ അടുത്ത് വരും, എന്തായാലും വരും അല്ലേ? ഓക്കെ, എന്നാലും ഒരു 5-8 രൂപ റേഞ്ചിൽ നമുക്കിത് അല്ല, കേരള വണ്ടിക്ക് 10-16-17 ലക്ഷം രൂപ മാർക്കുണ്ട്. അതെ. ആ സാധനമാണ് നിങ്ങൾക്ക് ഇതാ ഈ പറഞ്ഞ റേറ്റിൽ 6,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ കണ്ടീഷനിൽ ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2009 മോഡല് വാഗണർ VXi. സിംഗിൾ ഓണർ. 9 സിംഗിൾ ഓണറോ? യെസ്. അടിപൊളി. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, പുതിയ പേപ്പർ എടുത്താണ്. 29 വരെ പേപ്പർ ഉണ്ട്. VXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അതെ. ഇന്റീരിയർ ഒക്കെ നോക്കിയോ, അത്യാവശ്യം മോശമൊന്നുമില്ല. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. വില 1,05,000 രൂപ. 1,05,000. യെസ്. നെഗോഷ്യബിൾ ആവുമോ? 2009 VXi എങ്ങോട്ട് ചെയ്യാനാ? അതെ, ഒരു 1,00,000 രൂപയിലും കിട്ടണ്ടല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെറിയ പൈസക്ക് ആർക്കൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ അല്ലേ? അതെ. ഇതാണെങ്കിലോ സെലറിയോ? 2019 VXi ഓട്ടോമാറ്റിക്. 19 ആണ്. നമ്മുടെ ഓട്ടോമാറ്റിക് ഇതൊക്കെ തന്നെയാണ് കൂടുതലും വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, 19 മോഡല്. കിലോമീറ്ററോ? 1,19,000 കിലോമീറ്റർ. 1,19,000. 1 ലക്ഷം ഓടി അല്ലേ? അപ്പോൾ അതുണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? നമുക്കിത് നെറ്റ് റേറ്റ് 3.55 കൊടുക്കാം. 3.55. യെസ്. 18-നെക്കാളും വില കുറവാണ്. 3,50,000. അത് കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയതുകൊണ്ടാണ്. പക്ഷേ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം വരില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതില്ലല്ലോ? അപ്പോൾ അതില്ല. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയോ, നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഒരെണ്ണൂടി ഉണ്ടല്ലോ സെലറിയോ? ഇത് 19 സെലേറിയോ മാനുവൽ. പിന്നെ 55-60 കിലോമീറ്റർ. 60 കിലോമീറ്റർ. യെസ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവലാണ്, അതായത് ഓട്ടോമാറ്റിക്കലി 2 ഉണ്ട്, ഒരു മാനുവലും ഉണ്ട്. ഇത് കിലോമീറ്റർ എത്ര ബ്രോ? ഇത് 55-60 ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? യെസ്.
നല്ല വണ്ടിയാ, നല്ല നീറ്റ് വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല. ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയാനില്ല, ഇതാ പറയട്ടെ അല്ലേ? നല്ല വണ്ടി, അത്രയും ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 385. 385. ഓക്കെ, അതായത് ആലോചിക്കണം 19 സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വില കുറവ്. അത് കിലോമീറ്ററിന്റെ ഒരു ഡിപ്രീസിയേഷൻ അങ്ങോട്ട് കൂടും. അതെ, കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ പുറകെ ഒരു 7 സീറ്റർ ഉണ്ടല്ലോ. ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന RXT. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ. അതെ അതെ, പുഷ് ബട്ടൺ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. അലവില് ഫുൾ ബട്ടൺ ഉണ്ടാവില്ല. 22 പറഞ്ഞു. 21 മോഡൽ 22 രജിസ്ട്രേഷൻ, 33,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ശരി, എന്താ വില? ഇത് 4,80,000 രൂപ. 480. ഒരു 7 സീറ്റർ, അത് 22 രജിസ്ട്രേഷൻ വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോ കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. ചിലപ്പോൾ നമ്പർ വെച്ചിട്ട് നമ്മൾ ആൾക്കാർ മാക്സിമം വില കുറച്ച് കൊടുക്കണേ. ഞങ്ങൾ മാക്സിമം വില കുറച്ചുകൂടെ പറഞ്ഞത്. അതാണ്, ഇനിയും പറ്റുമെങ്കിൽ കുറച്ച് കൊടുക്കാം. നോക്കാം.